പൊതുതോട് അതീവ ശോച്യാവസ്ഥയിലായിട്ടും ശുചീകരണം നടത്താനോ നീർത്തടാധിഷ്ഠിത സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താനോ അധികൃതർ തയ്യാറാകാത്തത് നാട്ടുകാരുടെ വൻ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 1 മുതൽ 4 വരെ വാർഡുകളിലൂടെ ഒഴുകുന്ന വലിയ തോടാണ് അനാസ്ഥയുടെ പ്രതീകമായി കിടക്കുന്നത്. പൊതുതോട് അതീവ ശോച്യാവസ്ഥയിലായിട്ടും ശുചീകരണം നടത്താനോ നീർത്തടാധിഷ്ഠിത സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താനോ അധികൃതർ തയ്യാറാകാത്തത് നാട്ടുകാരുടെ വൻ പ്രതിഷേധത്തിനിടയാക്കുന്നു. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 1 മുതൽ 4 വരെ വാർഡുകളിലൂടെ ഒഴുകുന്ന വലിയ തോടാണ് അനാസ്ഥയുടെ പ്രതീകമായി കിടക്കുന്നത്. കഴിഞ്ഞ വർഷം മൺസൂൺ കാലത്ത് ഈ പ്രദേശത്ത് വലിയ വെള്ളപ്പൊക്കമുണ്ടായിരുന്നു. തോടിന്റെ ശോച്യാവസ്ഥ മൂലമാണ് ദുരിതമുണ്ടായത്. അന്ന് ഈ ഭാഗത്തെ 50ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. ജനങ്ങൾക്ക് പ്രദേശത്ത് നിന്നും മാറി താമസിക്കേണ്ട ദുരവസ്ഥയുണ്ടായിരുന്നു. കൃഷിനാശവും നേരിട്ടു. തോട്ടിൽ ശുചീകരണം നടത്തി ഒഴുക്ക് വർദ്ധിപ്പിക്കണമെന്ന് നാട്ടുകാർ ശക്തമായി ആവശ്യപ്പെട്ടിട്ടും അധികൃതർ കണ്ണു തുറക്കാൻ തയ്യാറായിട്ടില്ല. അമ്പലമുക്കിന് വടക്കുവശമുള്ള വലിയ തോടിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ ഒരു അവസ്ഥയാണ്. ഇത് പത്തിയൂർ പഞ്ചായത്തിൽ നിന്ന് തുടങ്ങി കണ്ടല്ലൂർ പഞ്ചായത്തിലെ 4, 3, 2, 1 വാർഡിൽ കൂടി കടന്ന് കായലിൽ ചെല്ലുന്ന ഒരു പ്രധാനപ്പെട്ട തോടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 200-ലധികം കുടുംബങ്ങൾ വെള്ളത്തിലാകാനുള്ള മെയിൻ കാരണം ഈ തോട് അടഞ്ഞു കിടക്കുന്നതാണ്. അതിനുശേഷമാണെങ്കിൽ പലരും പറഞ്ഞത് ഉണക്ക് സമയത്ത് ഇത് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഈ മഴ തുടങ്ങുന്നിടം വരെ ആരും തന്നെ ഇതിനൊന്നും തന്നെ ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും ഇതിൻ്റെ ദാരുണമായ അവസ്ഥയാണ് ഈ കാണുന്നത്. പല വൃക്ഷങ്ങളും തോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. പിന്നെ ഈ സൈഡെല്ലാം ഇങ്ങനെ ഇടിഞ്ഞ് താന്ന് കിടക്കുകയാണ്. തോട്ടിലെ കലുങ്കുകൾക്കിടയിലും മറ്റ് വൻതോതിൽ മാലിന്യം അടിയുന്നുണ്ട്. കാലവർഷം പടിവാതിലെത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടാനാണ് നീക്കമെങ്കിൽ അതിനെ ശക്തമായി ചെറുക്കുമെന്നും അടിയന്തരമായ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും പ്രദേശവാസികൾ പറയുന്നു. നമുക്ക് ഈ കിഴക്കൂന്ന് വരുന്ന തോട് ഈ പാലം വരെ ഏകദേശം നമുക്ക് ക്ലിയറാണ്. ഈ പാലത്തിൻ്റെ അടിക്ക് ഒരു വാട്ടർ പൈപ്പ് പോകുന്നുണ്ട്. അത് മെയിൻ വില്ലനാണ്. കാരണം അതിൻ്റെ അടിക്ക് വന്ന് തണങ്ങായി ഓലയായി കംപ്ലീറ്റ് വേസ്റ്റ് കുപ്പി എല്ലാ ഐറ്റവും വരും. അതിന് പടിഞ്ഞോട്ട് ഏകദേശം നമ്മുടെ കട്ട ഉണ്ണിയുടെ പടിഞ്ഞാറ് വടക്കേപ്പുറം വരെ ഏകദേശം താഴ്ചയുണ്ട്. അവിടുന്ന് പടിഞ്ഞോട്ട് ഒട്ടും താഴ്ചയില്ല, തോടിന് വീതിയില്ല. ഇതൊരു വലിയ പ്രശ്നമാണ് ഇവിടെ. കഴിഞ്ഞ കൊല്ലം ഈ ഏരിയയിൽ ആളുകൾ മൊത്തം വെള്ളത്തിനായി അവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാം ഈ കിഴക്കോട്ടുള്ള തോട്, ഈ പാലത്തിന് കിഴക്കോട്ടുള്ള തോടെല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്തേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് അധികൃതർ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഈ പൈപ്പൊന്ന് മാറ്റി തരാനുള്ള നടപടി എത്രയും പെട്ടെന്ന് എടുക്കണം. അതുപോലെ പടിഞ്ഞോട്ട് തോട് വന്ന് ആരും കൂട്ടി തന്നാൽ വളരെ ഉപകാരം. ഈ ആളുകൾക്ക് ഇത്രയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഒഴിവായി കിട്ടും. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ആളുകൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. വണ്ടിയായി, പെരയ്ക്കകത്ത് വെള്ളമായി, വയ്യാത്തവരെയും കൊണ്ട് ഹോസ്പിറ്റലിലായി, ഓരോ സ്കൂളിൻ്റെ വാതിക്കലും കടത്തുന്നതിലൊക്കെ പോയി കിടക്കേണ്ട അവസ്ഥകളുണ്ടായി. നമ്മുടെ ഭരണ അധികാരികൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരം. CDNet ന്യൂസ്, പുല്ലുകുളങ്ങര.